അമ്മ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ എവിടെയെങ്കിലും വെച്ചാൽ വല്ല അമ്പലത്തിലോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ ആളുകൾ ചോദിക്കും ഇപ്പം എന്താ അമ്മ ഒന്നും ഇടാത്തത്. അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷവും സങ്കടവും വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്നെ ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ അതെനിക്ക് സന്തോഷമാണ്. അതുകൊണ്ട് അമ്മ വലിയ കെങ്കേമോ ഒന്നും അല്ല, ഒരു വെജിറ്റബിൾ ഉപ്പുമാവ് അമ്മ ഇവിടെ ഉണ്ടാക്കിയത് അമ്മയുടെ കുട്ടികൾക്കും കൂടി കാണിച്ചു തരികയാണ്. എല്ലാവരും ചെയ്തിട്ട് അമ്മയെ കാണിച്ചു തരുമെന്ന് വിചാരിക്കണം കേട്ടോ. വെജിറ്റബിൾ ഉപ്പുമാവിന് വേണ്ട സാധനങ്ങൾ അമ്മ ചേർക്കുന്നതാണ് കേട്ടോ. കോളിഫ്ലവർ അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഇതിപ്പോൾ ബീൻസ് ഉണ്ട്, പീസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്. ഇത്ര അമ്മ ഇടുന്നുള്ളൂ, ഇത്ര ഇവിടെ ഉള്ളൂ. പിന്നെ അത് ഇഞ്ചി, പച്ചമുളക്, സവാള, കറിവേപ്പില, ഒരു 3-4 ചെറിയുള്ളിയും കൂടി ഇടുക. അത് നല്ലൊരു സ്വാദ് വരും. അതുകൊണ്ടാണ് അത് ഇടുന്നത് കേട്ടോ. ഇനി മെയിൻ സാധനം റവ വെജിറ്റബിൾ എന്ന് പറഞ്ഞപ്പോൾ റവ മറന്നു പോയി. ഇതിപ്പോ ഞാൻ പരിപ്പിടാൻ സാമ്പാർ ഉണ്ടാക്കി വരാവും. അതെ. ഇനി അമ്മ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് ഭംഗിയാക്കി എടുക്കട്ടെ കേട്ടോ. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ഞാൻ നല്ലോണം അരിയും. വേണ്ട വേണ്ട, ആ ഹെൽപ്പ് ഇവിടെ വേണ്ട. അത്ര വേണ്ട, വേണ്ട, അത്ര അരിയണ്ട. അത്ര അരിയണ്ട. ഓക്കെ. പീസ് കഴുകി പീസും ബീൻസും ക്യാരറ്റും കൂടി ഒന്ന് വേവിക്കാൻ വെക്കുകയാണ്. വലിയ വേവൊന്നും വേണ്ട, ഒരു 2 വിസിൽ ഓഫാക്കാം കേട്ടോ. മുറിച്ചത് എവിടെ? ഞാൻ മുറിച്ചത് ഞാൻ മുറിച്ച് ഇതാ പീസ് കഴുകിയെടുത്തു. ഇത് കഴുകിയാണ് അരിഞ്ഞത്. എല്ലാം കൂടി ഒറ്റ ആവി ഇത്ര വേണ്ടു, അല്ലെങ്കിൽ അതിൽ കറുകറക്കടിക്കും മാവില്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. വേവിക്കാൻ വെച്ചിരിക്കുന്നു. ഇനി അത് ഒരു ശൂഷു, 2 ശൂഷു വന്നാൽ നമുക്ക് അവസാനിക്കാം. അവസാനിക്കല്ലോ, ഓഫാക്കാം. അല്ല, ഈ ഉപ്പുമാവിനും ഉപ്പ് വേണ്ടേ? ഉപ്പ് വെച്ചു. ആദ്യം മറന്നു, അതെനിക്ക് മനസ്സിലായി. ഞാൻ വേഗം എടുത്ത് ഉപ്പ് വെച്ചങ്ങോട്ട് നികത്തിയത്. ഞാൻ ഈ കുറ്റം കണ്ടുപിടിക്കാൻ റെഡിയായിരുന്നു. ഉപ്പ് വെച്ച ഞാൻ കണ്ടില്ല. ഉപ്പ്, വെളിച്ചെണ്ണ, നെയ്യ്, ഉഴുന്ന് പരിപ്പ്, കടുക്, അതൊക്കെ ഇല്ലാണ്ട് എങ്ങനെ ഉപ്പുമാവുക? ഇങ്ങനെയൊന്നല്ലല്ലോ ആദ്യം പറഞ്ഞേ. അതൊക്കെ ഞാൻ മറന്നൂടാ. കുറച്ചു ദിവസം ചെയ്യാത്തപ്പോ ആ ഫ്ലോ അങ്ങോട്ട് പോയി. ചീനച്ചട്ടി ചൂടാവാൻ വെച്ചു. പുതിയാണല്ലോ. ഇത്തിരി പുതിയതാ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണു. വെളിച്ചെണ്ണ ഹെൽത്ത് നോക്കിയ സ്വാദം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നല്ലോണം ഒഴിക്കണേ. തൽക്കാലം ഹെൽത്ത് നോക്കണ്ട. അത് തന്നെ. വെജിറ്റബിൾസ് വേവിക്കാൻ വെച്ചില്ലേ, അതിനെ പുറത്തേക്ക് എടുക്കാം. കണ്ടോ? എടുക്കട്ടെ. എന്താ ഉഴുന്ന് പരിപ്പിടണു. അതൊന്ന് മൂക്കുമ്പോഴേക്കും കടലിടണം. കടലല്ല, കടുക്. എന്തൊക്കെയോ വിട്ടിത്തം പറഞ്ഞു. ഫ്ലോ ഇല്ലെങ്കിലും പോട്ടെ, വിട്ടിത്തം പറയുകയും ചെയ്യുന്നു. ഉപ്പായിട്ടില്ല, നോക്കിക്കോളൂ. അല്ല, പൊട്ടി മേത്ത് കറിക്കരുതേ. ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല ഗായ്സ്, കാണാൻ പറ്റില്ല. പക്ഷെ മേത്തോലും തെറിച്ച നിങ്ങളറിയും, ചാടും. ഇഞ്ചി, പച്ചമുളക്, സവാള, കരിവേപ്പില എല്ലാം കൂടി ഇടാൻ പോണു. പൊട്ടാൻ അനുവദിക്കുക അവര്. അതെന്താ പറയുക, സിനിമ ഡയലോഗ്? എന്തോ സുകുമാരി അല്ലേ? മീന. ക്യാബേജ് അരിഞ്ഞ് വെച്ചത് ഇടുന്നു. ഇതൊക്കെ വേണം അല്ലേ? ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടില്ല. ഇത്ര ഉണ്ട്. അതെ. ഈ പച്ചക്കറികളൊക്കെ ഇതായിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് ഇടുക. നെയ്യ് ഇപ്പോൾ ഇട്ടില്ല ഒന്നുമില്ല, എന്നാലും കഴിക്കണവർക്കൊരു സ്വാദിന് വേണ്ടിയിട്ടാണ്. ഹെൽത്തി ആയി ചിന്തിക്കുന്നവർക്ക് നെയ്യ് ഭയങ്കര അത്യാവശ്യമാണ്. ഹെൽത്താ. കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ വെള്ളത്തിൽ കിടന്ന് റവ വേവണം. അപ്പോൾ ഗ്യാസ് ഒന്നും വരില്ല. ഇനി ഇതിൽ കുറച്ച് ഉപ്പിടണം. ഉപ്പിടാൻ പോണു. അല്ല, നിറച്ചുപ്പിടണ്ടേ? അപ്പോൾ വയലറ്റില്ല.
അമ്മ എന്നെ തിളയ്ക്കണത് നോക്കാൻ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് അമ്മയെ തിളച്ചു, ഭയങ്കരമായിട്ട് തിളയ്ക്കുന്നുണ്ട്. പ്രധാനമായ സാധനം റവ ഇടാൻ പോകുന്നു. വറുത്ത റവയാണ്, പിന്നെ വറക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടമുള്ളവർ വറക്കും, ഞാൻ വറക്കണില്ല. വറുത്ത റവയാണ്, അതാണ് ഇട്ടത്. ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമ്മുടെ പച്ചക്കറി വേവിച്ച് വെച്ചിട്ടില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർക്കണം. അത്രയും വെജിറ്റബിൾ ഉപ്പുമാവായി കൈ കഴുകി കഴിക്കാം. എനിക്ക് ഇതിന്റെ കൂടെ എന്താ വേണ്ടത്? അച്ചാറോ എന്തെങ്കിലും മതി. ചമ്മന്തി വേണ്ട, പിന്നെ അതുണ്ടാക്കാൻ ചെയ്യണ്ടേ. ഞാനങ്ങനെ അമ്മേനെ ഒരുപാടൊന്നും പണിയെടുപ്പിക്കില്ല. അയ്യോ, നല്ല കുട്ടിയല്ലേ. അതാ അമ്മയുടെ അച്ചാറില്ലേ, നാരങ്ങ, നെല്ലിക്ക, അത് തന്നെ. വെജിറ്റബിൾസ് വേവിച്ചത് കണ്ടോ, എല്ലാം വെന്തു കേട്ടോ. ഇനി അത് ഇതിലേക്ക് കൊട്ടുകയാണ്, എല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഇത് തന്നെ പണി. സൂപ്പർ. ഭംഗിയുണ്ട് വേണം. എല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്ത് പ്ലേറ്റിലിട്ട് പപ്പടം വേണ്ടവർക്ക് പപ്പടം, പഴം വേണ്ടവർക്ക് പഴം, ചമ്മന്തി വേണ്ടവർക്ക് ചമ്മന്തി, ജയശങ്കരന് നെല്ലിക്കാക്കറി, മൃദുലമ്മയുടെ പോരെ. കഴിഞ്ഞു ഗൈസ്. ഇനി വേണമെങ്കിൽ ഇലയിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അതുവരെ ചായക്കട പോലെ. ഓക്കെ ഗൈസ്, ബൈ. അല്ല, പക്ഷെ ഞാൻ നിന്നോട് പറഞ്ഞു, എവിടെയെല്ലാം ഇലക്ക് ഇടുന്നതിന് പ്രത്യേകതയല്ലേ. നല്ലൊരു കൗതുകല്ലേ. എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കണം, അപ്പോഴല്ലേ. അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒരു സ്ഥലത്ത്, റവ ഒരു സ്ഥലത്ത് അങ്ങനെ കിടക്കും. എങ്ങനെയാ ചിക്കൻ ബിരിയാണി നമുക്ക് ഇളക്കി ശരിയാക്കണം. ഇതും അതുമായിട്ട് ബന്ധപ്പെടുത്തല്ലേ. ഉപ്പുമാവ് വിളമ്പണം അമ്മ കേട്ടോ. ചീഞ്ചട്ടി ഓടല്ലേ, ചീഞ്ചട്ടി ഞാനൊന്ന് വിളമ്പിക്കോട്ടെ. മൃദുലമ്മയുടെ നെല്ലിക്കാക്കറി സൂപ്പർ. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, ഞാൻ കഴിക്കാൻ പോകുന്നു. നിങ്ങൾ ഉണ്ടാക്കി കഴിക്കൂ. ബൈ.